സൃഷ്ടാവിനെ നീ എപ്പോഴും ഭയക്കേണ്ടതാ, അത് മുഅ്മിനായാൽ നിശ്ചയം കാണുന്നതാ. അറിവിൻ്റെ ആഴം കൂടുതൽ നബിക്കുണ്ട്, ഭയവും നബിക്കാണേറ്റവും അതുകൊണ്ട്. ഖല്ലാക്കിനെ നബിക്കെപ്പോഴും ഭയമാണ്, അത് കാരണം ഉള്ളപ്പോഴും ചൂടാണ്. തീക്കായലെ നബി ചെയ്തിട്ടില്ലെന്നുള്ളതാ, അകം ചൂടിനാൽ പുറം ചൂടിനാൽ മതിയായതാ. നമ്മളൊക്കെ തണുക്കണ സമയം വന്നാൽ തീക്കായും, നബി അത് ചെയ്തിട്ടില്ല. കാരണം അകം ചൂടിനാൽ പുറം ചൂടിനാൽ മതിയായതാ. തഖ്വ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. മഹാനായ ഷക്കീഖുൽ ബൽഖി എന്ന് പറയുന്നൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ 30 വർഷക്കാലം ഓതിപ്പഠിച്ച മഹാനായിരുന്നു ഖാത്തമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്നത്തെ പോലെ ദീനീ കലാലയങ്ങളും ഒത്തുപള്ളികളൊന്നും ഇല്ലാത്ത അക്കാലത്ത് ഗുരുവിൻ്റെ വീട്ടിൽ പോയിട്ടായിരുന്നു പഠനം നടത്തിയിരുന്നത്. മഹാനായ ഷക്കീഖുൽ ബൽഖിയുടെ ശിഷ്യനായി ഖാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു 30 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് പഠനം നടത്തിയ മഹാനായിരുന്നു. അങ്ങനെ വലിയ മഹാനായി മാറി ഖാത്തമുൽ അസം. പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഷക്കീഖുൽ ബൽഖി എന്ന് പറയുന്ന മഹാൻ ഖാത്തമുൽ അസമിനെ അഥവാ തൻ്റെ ശിഷ്യനെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെയും ഒരു ദിവസം വിരുന്നിന് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ വിരുന്നിന് ക്ഷണിച്ച മഹാനായ ഖാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹും അനുയായികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കൂടി ഷക്കീഖുൽ ബൽഖിയുടെ വീട്ടിലേക്ക് ചെന്നു. 30 വർഷത്തെ ഉസ്താദാണല്ലോ. അങ്ങനെ അന്നവിടെ രാത്രി സദ്യയെല്ലാം കഴിച്ച് ക്ഷണമൊക്കെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചവർ തിരിച്ച് നടക്കുകയാണ്. ആ സമയം ഖാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരു ശിഷ്യൻ പറയുകയാണ്, തങ്ങളെ, നിങ്ങളുടെ ഗുരുവായ ഷക്കീഖുൽ ബൽഖി എന്ന് പറയുന്ന മഹാൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ 30 വർഷം ഓതി, അതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് തൃപ്തിയായില്ല തങ്ങളെ എന്ന് മഹാനായ ഖാത്തമുൽ അസമിനോട് ശിഷ്യന്മാർ പറയണം. ഒരു ശിഷ്യൻ പറയണം. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു ഉസ്താദ്. അപ്പോൾ ശിഷ്യൻ പറയണെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ വീട്ടിലെ സ്ത്രീകളാണ് നിങ്ങളുടെ കൈ കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചു തന്നത്, അവിടുത്തെ സ്ത്രീകളാണല്ലോ, അന്യ സ്ത്രീകളാണല്ലോ. ഉടനെ തന്നെ മഹാനായ ഖാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, 30 വർഷക്കാലം ഞാൻ ഷക്കീഖുൽ ബൽഖി എന്ന് പറയുന്ന മഹാൻ്റെ സവിധത്തിൽ വീട്ടിൽ ചെന്നുകൊണ്ട് അവിടുന്ന് ഇൽമ പഠിച്ചിട്ട് 30 വർഷം ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു തരാറുണ്ട്. പക്ഷേ ആ വെള്ളം ഒഴിച്ചു തരുന്നത് ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കണ്ടോ, അതാണ് മഹാനായ ഖാത്തമുൽ അസം റളിയല്ലാഹു തആല. നമ്മളാണെങ്കിൽ ഒരു വീടിൻ്റെ മുമ്പിൽ കൂടെ പോയാൽ മതി, ആ വീടിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ റിസൾട്ട് നമ്മളെത്തുണ്ടാവും. അപ്പോൾ അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. 30 വർഷം പെണ്ണുങ്ങളാണ് കൈ കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നത്. പക്ഷേ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നത് പെണ്ണാണോ ആണാണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അതാണ് തഖ്വ.